സജ്ജനങ്ങളെ, ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടക വാവ് ബലി തർപ്പണം. എന്ത്, എന്തിന്, ആര്, എപ്പോൾ, എന്തുകൊണ്ട്, എന്തിനാണ് ബലി ഇടുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഉള്ളിൽ പൂർവികരുടെ ചൈതന്യമുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം ഇത് ഇപ്പോൾ അംഗീകരിക്കുന്നു. തന്ത്രശാസ്ത്രം ഇത് തന്നെയാണ് പറയുന്നതും. സത്യത്തിൽ ആ മരിക്കാത്ത ചൈതന്യത്തിനു വേണ്ടിയാണ് ബലി ഇടുന്നത്. മരിച്ചുപോയവർക്ക് വേണ്ടിയല്ല, പകരം തനിക്കു വേണ്ടി, തൻ്റെ ഉള്ളിലെ ചൈതന്യത്തിനു വേണ്ടിയാണ് ബലി. നമ്മുടെ ഈ ശരീരം ലഭിച്ചത് അച്ഛൻ്റെയും അമ്മയുടെയും ഓരോ സെല്ലിൽ നിന്നാണല്ലോ. അവയ്ക്ക് പുറകിൽ സങ്കീർണമായ ജെനറ്റിക് ഘടകങ്ങളും ആധുനിക ശാസ്ത്രം പറയുന്നു. ഒരാളുടെ ശരീരത്തിൽ തൻ്റെ 32 തലമുറ വരെയുള്ള ജീനുകളുണ്ട് എന്ന്. ഇതിൽ തന്നെ 7 തലമുറ വരെ സജീവം ആയും ഇരിക്കുന്നു. നമ്മൾ ബലിയിടുന്നത് 7 തലമുറയ്ക്കും മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് ഈ അറിവ് പകർന്ന് കൊടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. തൻ്റെ പൂർവികർ തൻ്റെ ഉള്ളിലുണ്ട് എന്ന അറിവ് ഉറപ്പിക്കാൻ കൂടിയാണ് നാം ഓരോരുത്തരും ബലി ഇടുന്നത്. ഇനി ആവാഹിച്ച് പൂജ ചെയ്തു എങ്ങനെയാണ് അത് നടത്തുന്നതെന്ന് നോക്കാം. ബലികർമ്മം ചെയ്യുമ്പോൾ ആവാഹിക്കുന്നത് സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ്. അപ്പോൾ ആവാഹനം നടക്കുന്നത് സ്വന്തം ഉള്ളിൽ നിന്നും അല്ലേ? അങ്ങനെ ആവാഹിക്കുന്നത് സ്വന്തം ബോധത്തെ തന്നെയല്ലേ? എന്താണ് ബലി തർപ്പണ ക്രിയ? ഈശ്വരനിൽ ലയിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ബോധത്തെ പരിമിതമായ അവസ്ഥയിൽ നിന്നും പ്രപഞ്ചത്തോളം എത്തിക്കുന്ന ഒരു പൂജയാണ് ഈ കർമ്മം. ഇത് തന്നെയല്ലേ എല്ലാ ആത്മീയ വഴികളുടെയും ലക്ഷ്യവും. ഇനി ആരാണ് ബലി ഇടേണ്ടത്? എല്ലാവരും ബലിയിടണം. മാതാപിതാക്കൾ മരിച്ചവർ മാത്രമല്ല. കാരണം ബലിയിടുന്നത് മുഴുവൻ പിതൃ പരമ്പരയെ കണക്കിൽ എടുത്തുകൊണ്ടാണ്. എന്തുകൊണ്ട് കർക്കിടക വാവിൻ്റെ പ്രാധാന്യമെന്ന് നോക്കാം. ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃകാര്യങ്ങൾക്കുമാണ് നീക്കിവെക്കുക. ദക്ഷിണായനത്തിലെ ആദ്യത്തെ കർത്തവാവാണ് കർക്കിടക വാവ്. എന്തുകൊണ്ട് വാവിന് ബലി ഇടണം? ഗ്രഹണ സമയത്തു പോലെ അല്ലെങ്കിലും ഭൂമിയും ചന്ദ്രനും സൂര്യനും ഏതാണ്ട് ഒരേ രേഖയിൽ വരുന്ന സമയമാണല്ലോ വാവ്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണല്ലോ കറുത്ത വാവ്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള അഗ്നി, സോമ, സൂര്യമണ്ഡലങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇട, പിംഗള, സുഷുമ്നാനാഡികൾ ശരീരത്തിൽ ഈ മണ്ഡലങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം സ്വശരീരത്തിലും ഉണ്ടാകുന്നു. മൈക്രോകോം പോലെ തന്നെയാണല്ലോ മൈക്രോസോമും. ഈ സമയത്ത് സുഷുമ്നയിലൂടെ ഊർജപ്രവാഹം ഉണ്ടാകുന്നു. ഇത് മനുഷ്യരുടെ ബോധമണ്ഡലത്തെ തന്നെ സ്വാധീനിക്കുന്നു. മാത്രമല്ല, ചന്ദ്രന് മനസ്സുമായി ബന്ധമുണ്ട്. ചന്ദ്രമോ മനസ്സോ ജാത എന്നാണല്ലോ. ചന്ദ്രനിലുണ്ടാകുന്ന ഈ മാറ്റം മനുഷ്യ മനസ്സിൽ ബോധതലത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഗ്രഹണ സമയങ്ങളിൽ സാധന ചെയ്യണമെന്ന് പറയുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ബലിതർപ്പണം. നിങ്ങൾ ഒരു ഹിന്ദുവോ നിരീശ്വരവാദിയോ ആരുമായിക്കൊള്ളട്ടെ, ഒരു 5 മിനിറ്റ് നിങ്ങളുടെ പൂർവികർക്ക് വേണ്ടി, അത് ബന്ധുക്കളായവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കുമായി ഒരു സ്വല്പം പുഷ്പം, ഒരു മന്ത്രം, കുറച്ച് ജലം ആത്മാർത്ഥമായി അർപ്പിക്കുക. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമായിക്കൊള്ളട്ടെ, നിശബ്ദമായി ഈ പ്രാർത്ഥന ചൊല്ലി കുറച്ച് ജലവും പുഷ്പവും അർപ്പിക്കുക. നിങ്ങളെ നിങ്ങൾ ആക്കിയവർക്ക് വേണ്ടി, ഈ ലോകത്ത് ജീവിക്കുവാൻ അവകാശം തന്നവർക്ക് വേണ്ടിയും പിതൃബലി പ്രാർത്ഥന ചൊല്ലി ഒരൽപ്പം പൂവും പുഷ്പവും ജലവും അന്നമായി കണക്കാക്കി, ഇത് അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനായും അവിടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായും ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ബലിതർപ്പണം നടത്തുക. അതിനാൽ ഓർക്കുക, നാം ഒരു കർക്കിടക ബലി സമർപ്പിക്കുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മാത്രമല്ല, സമസ്ത ജീവജാലങ്ങൾക്കുമായി അത് സമർപ്പിക്കുന്നു. അത്ര ഉദാത്തമാണ് പിതൃബലി. രാത്രിയിൽ ശ്രാദ്ധമൂട്ടുക എല്ലാ പുരാണങ്ങളിലും സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു ചെറിയ വിശദീകരണം നിറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ മേലെ. നന്ദി, നമസ്കാരം.